ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരാൾ ഒരു വീഡിയോ മേക്ക് ചെയ്തു സേയിങ് ദാറ്റ് ഞാനൊക്കെ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട്. പുള്ളി അത് മാറ്റി ചേഞ്ച് ചെയ്തു. അത് മാറ്റി ഫ്രോഡല്ല എന്ന രീതിയിലൊക്കെ പുള്ളി ഇട്ടു. ഇൻഫ്ലുവൻസറാണ്, ഫ്രോഡല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ് ഫോർ ഹിം എനിവേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാനോ ടീം മെമ്പേഴ്സ് ആരെങ്കിലും റിപ്ലൈ തരും. അല്ലാതെ ആളറിയാതെ അതും ഇതും ബാക്കിയുള്ളവർ നമ്മൾ പറയരുത്. മനസ്സിലായില്ല? നമ്മൾ ബാക്കിയുള്ള ഒരാളെ സ്റ്റഡി ചെയ്യാൻ നേരത്ത് അവരെ കാണുക, സംസാരിക്കുക, അവരെന്താ ചെയ്യുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പേഴ്സണാലിറ്റി എന്താണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ജഡ്ജ് ചെയ്യാനായിട്ട്. ഒന്നും കാണാതെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വെച്ച് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യല്ലേ. ഇപ്പം ഇൻകത്തിന്റെ സംശയം വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ മതി. എനിക്കത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഫ്രീ ഇവന്റ്സ് നടത്താറുണ്ട്. ഒരു 100 പേരൊക്കെ വരും. നമ്മൾ ലൈവായിട്ട് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം, വിച്ച് ഇസ് ടോട്ടലി ഫൈൻ ഫോർ മീ എനിവേ. പിന്നെ ഓൾസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു 160-170 ആൾക്കാർ അതിനുമേലെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരോട് വേണമെങ്കിലും ചോദിക്കാം. വേണമെങ്കിൽ ഇവരെല്ലാം നമ്മൾ വിളിപ്പിക്കാം. എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് യു കെൻ ആസ്ക് ദം എന്താണ് സംശയമുള്ളത് എന്ന് വെച്ചാൽ. സോ നമ്മൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പം നമ്മൾ ആവശ്യത്തിലധികം റിസർച്ച് ചെയ്യുക, അവരോട് പോയി സംസാരിക്കുക, എല്ലാം കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ. അപ്പം ഞാനായതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുത്തു, എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ റിയാക്ട് ചെയ്ത് സമയം കളയുന്ന ഒരാളല്ല ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട്. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മളെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട്, ഇവരുടെ എല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കമൻസിനോ കാര്യങ്ങൾക്കൊന്നും നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുക്കാറില്ല. എന്നാലും ഇനി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ചെയ്യത്തില്ല. സ്വടവും വഴി ഇഷ്ടമുള്ളത് മേക്ക് ചെയ്തോ. പക്ഷെ വേണ്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിരിക്കും. ഓൾസോ നമ്മൾ ലൈവ് ഇവൻറ്റ്സ് നടത്താറുണ്ട്. സമയം കിട്ടുമ്പം അങ്ങോട്ടേക്കൊന്ന് വരിക, നമ്മളെന്താ ചെയ്യുന്നതെന്നൊക്കെ തിരക്കുക, നേരിട്ടൊന്ന് കാണുക, സംസാരിക്കുക, നമ്മൾ എന്ത് ടൈപ്പ് ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് റീലോ പോസ്റ്റോ എന്താണെന്ന് വെച്ചാൽ മേക്ക് ചെയ്തോ.